അപ്പൊ ഞങ്ങള് ഇവിടെ എത്തി. വിക്ടോറിയൻ മെമ്മോറിയൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുതിരവണ്ടി കണ്ടു. അപ്പൊ കുതിര വണ്ടിയിൽ കയറാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടുത്തെ കുതിരയുടെ പ്രത്യേകം നല്ല മുടിയുണ്ട് ഈ കുതിരക്ക്. പിന്നെ ഒരു കാണാത്ത സംഭവമല്ലേ കുതിരവണ്ടി കയറുന്നത്. സോ ഒന്ന് കയറാന്ന് വിചാരിച്ചു. നമുക്ക് എക്സ്പീരിയൻസ് പിന്നെ പറയാം കയറി കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കുതിരവണ്ടിയിൽ യാത്ര തുടർന്നു. ഒരു വല്ലാത്തൊരു നല്ല എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കുതിരവണ്ടി കയറുന്നത്. കുതിരയുടെ മല കയറിയിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറിയ സൈക്കിൾ റിക്ഷയിൽ കയറിയിട്ടുണ്ട്, അങ്ങനെ കുറയാത്ത വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറുമ്പോൾ വല്ലാത്തൊരു രാജകീയമായ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് കുതിരവണ്ടി കയറുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്ത്യൻ മ്യൂസിയം. ഇത് 1814 ഉണ്ടാക്കിയത്. ഇത് ഇന്ത്യയിലത്തെ ഏറ്റവും ഓൾഡസ്റ്റും ഏറ്റവും ലാർജസ്റ്റും ആയിട്ടുള്ള മ്യൂസിയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാമെന്ന് വെച്ചാൽ റോക്സ് ആൻഡ് മിനറൽസ് ഉണ്ട്, പിന്നെ ഹ്യൂമൻ ഇവല്യൂഷൻ ഉണ്ട്, പിന്നെ എർത്ത് ആൻഡ് മെറ്റോറൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ മ്യൂസിയം മൊത്തം കവർ ചെയ്തു. ഇവിടെ കുറേ പുരാതന വസ്തുക്കളാണ്, റോക്ക്, മിനറൽസ്, അതുപോലെ മെട്രോയിഡ്സ്, അങ്ങനത്തെയൊക്കെ. ഞങ്ങളത് വേഗം വൈൻഡപ്പ് ചെയ്തു. കാരണം ബിരിയാണിയുടെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. കാരണം സ്പെഷ്യലായിട്ട് കൊൽക്കത്ത ബിരിയാണി എന്തായാലും കഴിച്ചിരിക്കണം. അതുകൊണ്ട് അത് കഴിക്കാൻ ഞങ്ങൾ പോവുകയാണ്. കാരണം അതിൽ പ്രത്യേകത വെച്ചാൽ ഈ ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് അതിടും. നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലല്ലോ അത്. സോ നമുക്കത് എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് ഒന്നും അറിയില്ല. സോ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ അത് കഴിക്കാം.